പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ വിശുദ്ധ പത്രോസ് പറയുന്നു, നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾക്ക് ജീവിക്കുവാൻ അത് സാധിക്കും. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പത്രോസ് പറയുന്നു, നമ്മൾ നന്മ ചെയ്തിട്ട് പീഡാനുഭവങ്ങൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നമ്മൾക്ക് വേണ്ടി സഹിക്കുകയും നമ്മൾ അനുകരിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് മാതൃകയാകുകയും നൽകുകയും ചെയ്തിരിക്കുന്നു. യേശുവാകുന്ന നല്ല ഇടയനെ സ്നേഹിച്ചും സേവിച്ചും ജീവിക്കാം. യേശുവിൻ്റെ പാതയിൽ നിന്നും വഴി തെറ്റാതിരിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നല്ലിടയനാണ് എന്നുള്ള ചിത്രീകരണമാണ്. യേശു നമ്മുടെ പേര് ചൊല്ലി നമ്മെ വിളിക്കുന്നു. നമ്മൾ യേശുവിൻ്റെ സ്വരം മനസ്സിലാക്കണം. യേശു നമ്മൾക്ക് നല്ല മാതൃക കാണിച്ചു തരുന്നുണ്ട്. യേശുവാകുന്ന വാതിലിലൂടെ വേണം നമ്മൾ കടക്കുവാൻ. നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും യേശുവിനെ അനുകരിക്കാം.